ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഫിഷിന് ഫീഡ് കൊടുക്കലാട്ടാ. നമ്മുടെ ഫിഷിന് ഫീഡ് കൊടുക്കുക നമ്മൾ രാവിലെ തന്നെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിമിയാണ് കേട്ടോ. അതുകൊണ്ടില്ല, നമ്മൾ ആർട്ടിമി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആർട്ടിമിയാണ് നമ്മൾ ഇന്ന് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഫിഷുകളൊക്കെ ഉണ്ട്. ഈ ഒരു സെറ്റപ്പിലായിട്ടുള്ളത് ഇത്രയും ഫിഷുകളൊക്കെ നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു ഫിഷുകളൊക്കെ നമുക്ക് ഫീഡ് കൊടുക്കാനൊരു 20 മിനിറ്റോളം ടൈം എടുക്കും കേട്ടോ. അവരുടെ നോക്കി അവർ കഴിക്കുന്നതുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നല്ല ടൈം കൊടുത്തിട്ടോ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെയൊക്കെ ഫിഷുകൾ കിടക്കുന്നുണ്ട്, ഇതിലൊക്കെ ഒരുപാട് ഫിഷുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെയുള്ള ഫീഡാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ടീക്കാപ്പാർട്ടിനെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടല്ലേ നല്ല കഴിക്കട്ടെ. ഇത് നല്ല കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഇഷ്ടമുള്ള ഫീഡാട്ടത് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ മെയിലും ഫീമെയിലും ഒന്നിച്ചിട്ടാണ്. അത് ഫീമെയിൽസാണ്, അത് ഈ സൈഡിൽ കാണുന്നത് മെയിൽസാണ്. ഈ ഫിഷിന് ഫീഡ് കൊടുക്കലുണ്ട്. ഇത് കഴിക്കുന്നുണ്ട്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീഡാണ് ഇതിട്ടോ. നന്നായിട്ട് കഴിക്കും അവരിത് ഉണ്ടല്ലേ. ഇത് നമ്മളെ പ്ലാറ്റിനം ഗോയി പർപ്പിൾ ഇയർ ആട്ടോ. ഇത് നമുക്ക് ഇവിടെ ഇപ്പോൾ കൊടുക്കാനുണ്ട് സാധനം. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയർ അയച്ചിട്ടാ. ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട്, പ്രൊഫഷണൽ കൊറിയറാണ് നമ്മൾ അയക്കുക. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടെ. നല്ല പർപ്പിൾ ഇയർ വരുന്നതായിട്ടാണ്, അടിപൊളി സാധനം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇയർ ടോപ്പ് വ്യൂ ആണ് ഏറ്റവും ഭംഗി കാണാനായിട്ട്. പക്ഷെ ഇവരൊക്കെ ഈ ടീക്കാപ്പാർട്ടിനെ കഴിക്കുന്നത് കണ്ടില്ല നിങ്ങൾ. നല്ല ഇവിടെ ഈ ഫീഡ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗ്രോത്തും കിട്ടുന്നുണ്ട് കേട്ടോ. പ്ലാറ്റിനം ഗ്രീൻ ഡ്രാഗൺ ആട്ടത്. പ്ലാറ്റിനം ഗ്രീൻ ഡ്രാഗൻ്റെ പേരൻസാണ്. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതല്ലേ. അടിപൊളി സാധനം ഇട്ടത്. ഇത് നല്ല ജെൻറ്റ് ബോഡിയാണ്, തിക്നെസ് നല്ല ഉണ്ടാവും. ബോഡിക്ക് ഭയങ്കര തിക്നെസ്സാണ്. ഇതാണ് നമ്മൾ അടുത്ത വെറൈറ്റി. ഇത് പ്ലാറ്റിനം SSB ആണ് കേട്ടോ. ചെറുതായിട്ട് ഇയറും വരും, ഷോർട്ട് ബോഡിയാണ്. ഇത് നമ്മുടെ അടുത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. സൈഡിന് ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുക്കും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ട്രെയിൻ കേട്ടോ അവർ. നല്ല അടിപൊളി സാധനം. സ്റ്റോപ്പ് എന്നൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവർ കാണാൻ പറ്റും കേട്ടോ. അടുത്ത് നമ്മൾ ഫീഡ് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ യെല്ലോ ടൈഗറില്ലേ, ആ സാധനം കേട്ടത്. ഒരുപാട് നമുക്ക് സെയിലിനായി വരുന്നുണ്ട് കേട്ടോ. ആയിട്ടില്ല, ആയി വരുന്നുണ്ട്. നല്ല അടിപൊളി സാധനം കേട്ടത്. അതിൻ്റെ പേരൻ്റ് വീഡിയോ ആണ് ഞാൻ വീഡിയോയിൽ ഒന്ന് ചേർക്കുന്നുണ്ട്, കണ്ടോ. അടിപൊളി സാധനം പറഞ്ഞാൽ അടിപൊളി സ്ട്രെയിൻ കേട്ടത്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. യെല്ലോ കളറിൽ ബ്ലാക്ക് ഡോട്ട് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗി കേട്ടോ കാണാൻ. നമ്മുടെ പിങ്കു ഡെൽറ്റ ടൈലാട്ടാ. ഇതും ആയി വരുന്നുണ്ട് അല്ലേ. മെയിലും ഫീമെയിൽസൊക്കെ നമുക്ക് മാറ്റിടാൻ ടൈമായി തുടങ്ങി. അപ്പോൾ ഇവരും നമുക്ക് ഏകദേശമൊക്കെ ഒരു 2 വീക്കിൽ നമുക്ക് കൊടുക്കാനാവും കേട്ടോ. ഈ സാധനമൊക്കെ ഉണ്ടോ, മെയിലും ഫീമെയിലൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പീസ് നമുക്ക് റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ഉണ്ടല്ലോ, ജെറ്റ് ബ്ലാക്കിൻ്റെ ഫീമെയിൽസ് ആട്ടാ. റെഡി ടു സെയിലാണ്, സെയിലിന് റെഡി ആയി എടുക്കുന്ന സാധനങ്ങളാട്ടാ. നമ്മൾ ഫീമെയിൽസിന് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ടാണിത്. ഇവിടെയൊക്കെ നല്ല ഫീഡ് എടുക്കും കേട്ടോ. ജെറ്റ് ബ്ലാക്കിൻ്റെ മെയിൽസ് എടുക്കുന്ന ടൈം കേട്ടത്.
ഫുഡ് കഴിക്കണം നല്ല ഇയറൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈസാണ് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന സ്ട്രെയിൻ നമ്മളെ ഫുൾ റെഡിൻ്റെ ഡംബോ ഇയർ കേട്ടോ. ഫുൾ റെഡ് ഇയർ പക്ക സ്റ്റേബിളുള്ള സാധനമാണ്. എല്ലാ മെയിൽസിനും ഇയർ വരുന്ന സാധനം കേട്ടോ. ഇതും ഇപ്പോൾ നമുക്ക് നിലവിൽ കൊടുക്കാനുള്ള സൈസാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു വെറൈറ്റീസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ റെഡ് ഇയർ കോഴി ഉണ്ട് കേട്ടോ. അവിടെ റെഡ് ഇയർ കോഴി കുറച്ച് പീസ് കൊടുക്കാണ്ട് കേട്ടോ നമ്മളടുത്ത്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് മെയിൽസിന് പെട്ടെന്ന് ഇയർ ഇറങ്ങും, ഫീമെയിൽസിന് ഇറങ്ങാൻ കുറച്ച് ഡിലേ ആവും കേട്ടോ. അത് ഈ സ്ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ്. ഇവിടെ ഷെയ്ഡ് ഉണ്ടാകുന്ന ശരിക്കും കാണിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈസാണ് നമുക്ക് കൊടുക്കാനുള്ളത്. മെയിൽസൊക്കെ ഇയർ വന്നിട്ടുണ്ട്, ഫീമെയിൽസിന് ഇയർ ചെറുങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കേട്ടോ. ഇത് നമ്മളൊരു അടിപൊളി ഐറ്റം കേട്ടോ. ഐവറി മൊസൈക്ക് പറഞ്ഞ സാധനമാണ്. സൂപ്പർ ഫിഷ് ആട്ടത്. അപ്പോൾ ഇത് നമ്മളടുത്ത് ഏകദേശം കൊടുക്കാനുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം സ്ട്രെയിൻ കൊടുക്കാണ്ട് നല്ല അടിപൊളി സ്ട്രെയിനാണ്. പ്രത്യേക ഭംഗിയാട്ടോ ഈ സ്ട്രെയിനിങ്ങാണ്. ഇതിൻ്റെ സൈഡ് വ്യൂ കണ്ട ഭംഗിയാണ്. എസ്വിനേക്കാണ് നമ്മുടെ പോളാർ ബ്ലൂ പാരൻ്റ് കുഞ്ഞുങ്ങളായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ പാരൻ്റ് നമുക്ക് കൊടുക്കാനുള്ളതാണ്. ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ ഈ സെയിം പെയർ കൊടുക്കും. നിങ്ങൾക്ക് കൊണ്ടുപോയാൽ പെട്ടെന്ന് ബ്രീഡാവും കേട്ടോ. നമുക്കിവിടെ അത്യാവശ്യം പീസ് ഉള്ളതുകൊണ്ടാണ് കൺഫേം ബ്രീഡിങ് പെയറാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിഡൻസിനായിട്ടാണ് ഞാനിപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീഡിയോ ഇടുന്നത്. ആ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും പാരൻ്റ് അതിലുണ്ട്. ഇതിപ്പോൾ ബ്രീഡായിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ആ ഒരാഴ്ചത്തെ കുഞ്ഞുങ്ങളുടെ വലിപ്പമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ ആരും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഫിഷുകളൊക്കെ നമുക്ക് ആയി വരുന്നുണ്ട്. ഒരുപാട് ഫിഷ് ആയി വരുന്നുണ്ട്. നമ്മൾ യെല്ലോ മൊസൈക്ക് കണ്ടില്ലെങ്കിൽ കണ്ടില്ലേ, നമ്മൾ യെല്ലോ ടൈഗർ അടിപൊളി സ്ട്രെയിൻ ആവുന്നില്ലേ, കണ്ടില്ലേ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ സാധനമൊക്കെ നമ്മളടുത്ത് കൊടുക്കാനുള്ള കേട്ടോ. ഒക്കെ നമ്മൾ റെഡി കുഴിയാണ് ഈ കാണുന്നത്. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തോളി. നമ്മളെല്ലാ ഫീഡിനും എല്ലാ ഫിഷിനും ഇപ്പോൾ നമ്മൾ ഫീഡൊക്കെ കൊടുത്തിട്ടാണ്. ഫീഡ് കൊടുത്ത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മൾ സൈഡിലായിട്ടുള്ള ഫിഷുകളും കാണിച്ചു തന്നെ. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക, നമ്മൾ കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു കുളമുണ്ട്. ഇവിടെ വെയിൽ ജാസ്തി ആയതുകൊണ്ട് ആൽഗെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, നമ്മൾ പാണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടൊക്കെ ചെയ്തിട്ട് ഇതിൽ പോകുന്ന വിഷയത്താണ്. ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ ബ്രീഡാകുന്നുണ്ട്. നമ്മളിതിൽ നിന്ന് പ്രവേശനം എടുത്തിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം തീരെ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയൊരു മൂടിക്കെട്ടലുണ്ടാകും. പക്ഷെ അതുകൊണ്ടാണ് അവർ ഫിഷൊന്നും കാണത്തില്ല. അതിൻ്റെ ടാഗ് നല്ല കെയർ ഉണ്ടാവും. ഇതൊക്കെ ഫുള്ള് PVC പൈപ്പ്, സ്റ്റോണ്, സാൻഡൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത കുറേട്ടത് ഫ്രിഡ്ജ് ബോക്സാണ്. ലീക്കായ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കാം. ഇവിടെയൊക്കെ ഫിഷ് ഉണ്ട്. അതുപോലെ ഇതിൽ നമുക്ക് കുറച്ച് ഫിഷ് ഉണ്ട് കേട്ടോ. നമ്മുടെ പർപ്പിൾ ബെറിയാണ്. പർപ്പിൾ ബെറിൻ്റെ ഡംബോ ഇയർ ഉണ്ടല്ലോ, അതിൻ്റെ സ്ട്രെയിനായിട്ട് അതിലുള്ളത് കുഞ്ഞുങ്ങളാണല്ലോ. നമ്മളിവിടെ ഇവരെ ഈ നാച്ചുറൽ ആക്കിക്കൊണ്ട് ഈ വെയിലുള്ള കൊടുത്തിട്ടാൽ ഇവർ നല്ല ഇയറുള്ള ഐറ്റംസ് നല്ല ക്വാളിറ്റി കാണിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവരെ ഇവിടെ ഔട്ട് സൈഡിൽ കീപ്പ് ചെയ്താണ്. മറ്റുള്ളതൊക്കെ നമ്മൾ ഇൻസൈഡിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫുള്ള് പർപ്പിൾ ബെറിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ മൊയ്ന ടാങ്ക്സ് ആണ് കാണുന്നതൊക്കെ. ടാങ്ക് ഒരുപാടുണ്ടെങ്കിൽ ഇതിലൊന്നും മൊയ്നില്ല കേട്ടോ. മൊയ്നൊക്കെ മൊത്തം ക്രാഷായി പോയി. 2 ദിവസം മുമ്പ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മഴ കിട്ടി. എല്ലാം നിറഞ്ഞ് ഒലിച്ചു പോയി. ബാക്കി വന്ന വല്ലാത്തത് ഇതിലിപ്പോൾ മൊയ്നൊന്നുമില്ല. നമുക്കിനി രണ്ടാമതൊന്ന് റീസെറ്റ് ചെയ്തിട്ടൊക്കെ വേണം.
അപ്പോൾ ഇത്രയൊക്കെയാണ് കാഴ്ച നമ്മുടെ ഫാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്.